എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഏത് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കാണ് കേരള ഗതാഗത വകുപ്പ് ദുരന്തഘട്ടങ്ങളിൽ സേവനത്തിനെത്തുന്ന വിഭാഗം എന്ന നിലയ്ക്ക് ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കാൻ അനുമതി നൽകിയത്? ആൻസർ KSEBക്കാണ്. KSEBക്കാണ് ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കാൻ അനുമതി നൽകിയത്. 2022 മഞ്ഞുപാളികളെ സംരക്ഷിക്കുന്നതിനായി ദേശീയോദ്യാനം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചിലിയാണ്. 2022 മഞ്ഞുപാളികളെ സംരക്ഷിക്കുന്നതിനായി ദേശീയോദ്യാനം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം എന്ന് പറയുന്നത്. 2022 വിദ്യാസമ്പന്നരായ വനിതകളെ തൊഴിലിടങ്ങളിലേക്ക് തിരികെ എത്തിക്കുന്നതിനായി ഹൗസ് വർക്ക് ഈസ് വർക്ക് പദ്ധതി ആവിഷ്കരിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് ആണ് ഹൗസ് വർക്ക് ഈസ് വർക്ക് എന്ന പദ്ധതി ആരംഭിച്ചത്. ഫോണിൽ ഇന്റർനെറ്റ് ഇല്ലാതെ പണം കൈമാറാനും ബാലൻസ് അറിയുവാനുമുള്ള സേവന പദ്ധതി UPI 123 പേ. UPI 123 പേ ആണ് ഫോണിൽ ഇന്റർനെറ്റ് ഇല്ലാതെ പണം കൈമാറാനും ബാലൻസ് അറിയാനുമുള്ള സേവന പദ്ധതി എന്ന് പറയുന്നത്. US ആസ്ഥാനമായുള്ള NGO ഫ്രീഡം ഹൗസിന്റെ ഫ്രീഡം ഇൻ ദ വേൾഡ് 2022 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഉൾപ്പെട്ട വിഭാഗം ഏതാണ്? ഭാഗികമായി സ്വാതന്ത്ര്യം എന്ന വിഭാഗത്തിലായിരുന്നു ഇന്ത്യ ഉൾപ്പെട്ടത്. 2022 ഡിജിറ്റൽ പേയ്മെന്റുകൾ സംബന്ധിച്ച് സംശയങ്ങൾ പരിഹരിക്കാനുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഏതാണ്? ഇവിടെ ഹെൽപ്പ് ലൈൻ ആണ് ഡിജി സാഥിയാണ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത്. അതായത് 2022 ഡിജിറ്റൽ പേയ്മെന്റുകൾ സംബന്ധിക്കുന്ന സംശയങ്ങൾ പരിഹരിക്കാനുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനിന്റെ പേരാണ് ഡിജി സാഥി. 2022 മാർച്ചിൽ ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അടിയന്തര അനുമതി ലഭിച്ച 4ാമത്തെ വാക്സിൻ കോവോവാക്സ് ആണ് അനുമതി ലഭിച്ച 4ാമത്തെ വാക്സിൻ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളവുമായി സഹകരിക്കാൻ ഒരുങ്ങുന്ന ജപ്പാനിലെ സർവകലാശാല ഏതാണ്? ഒസാക്ക സർവകലാശാലയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളവുമായി സഹകരിക്കാൻ ഒരുങ്ങുന്ന ജപ്പാനിലെ സർവകലാശാല. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന്റെ ഇന്ത്യയിലെ ഏറ്റവും വലുതും 4ാമത്തേതുമായ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദാണ്. അപ്പോൾ ഇത്രയും കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.